ഹായ് മലയാളി. ഹായ് മലയാളി ഈ ആഴ്ച വളരെ രസകരമായ ഒരു വിഷയമാണ് നിങ്ങൾ സമീപിക്കുന്നത്. നാട്ടിൽ അടുക്കള പെണ്ണുങ്ങളുടെ കുത്തകയാണ്. പക്ഷെ ഗൾഫിൽ അതല്ല സ്ഥിതി. പലപ്പോഴും പെണ്ണുങ്ങൾ ആണുങ്ങളെയും അടുക്കളയിലേക്ക് കയറ്റാറുണ്ട്. ഇതിനു പുറമെ മറ്റൊരു ഓപ്ഷൻ ഇവർ അന്വേഷിക്കാറുണ്ട്. ഫാസ്റ്റ് ഫുഡ് ആക്കിയാലോ അടുക്കളയെ ഉപേക്ഷിക്കാറുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളിൽ ഇവിടെയുള്ള ജനങ്ങളുടെ സമീപനം എന്താണെന്നുള്ളത് അന്വേഷിക്കുകയാണ് ഹായ് മലയാളി. ചേട്ടൻ പാകം ചെയ്യുന്ന ഭക്ഷണത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഏതാ? ചായ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ, അതാ ഇഷ്ടം. മറ്റേ അടുക്കളയിൽ അടുപ്പിക്കാത്തോണ്ടാണോ അതോ? അല്ല, അടുപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ആ സബ്ജക്ട് ഇഷ്ടമില്ല, ഞാൻ നിർബന്ധിക്കാറുമില്ല. ഇനി ചേട്ടൻ എന്തെങ്കിലും ഒരു ദിവസം അടുക്കളയിൽ കയറിയിട്ട് കാണിച്ചു വെച്ചാൽ എന്തെങ്കിലും അബദ്ധം ഉണ്ടോ ഓർമ്മയിൽ? അങ്ങനെ കയറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതാണ് ഒരു അബദ്ധം. ഈ ആന കരിമ്പന്തോട്ടത്തിൽ കയറിയ മാതിരി എന്നുള്ള അവസ്ഥ വരുമോ? അതൊരു സത്യം. ഒരു സവോള കുടിക്കാൻ കൊടുത്താലും അവിടെയൊക്കെ വൃത്തികേടാണ്ട് കയറ്റാറില്ല. മെയിൻ സത്യവാസമായിട്ട് പറയുകയാണെങ്കിൽ കുക്കിങ്ങിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതർ ആക്ടിവിറ്റീസ് ഉള്ളപ്പോൾ ഇത് കുക്കിങ്ങിനോട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നല്ല ബഹുമാനമുണ്ട് ഭാര്യനെ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന കാരണം. ആകെ ഒരു ഞങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നം അത് മാത്രമേ ഉള്ളൂ. ഞാൻ കുക്കിംഗ് ചെയ്യാൻ സഹായിക്കാറില്ല എന്നുള്ളൊരു പ്രശ്നമാവാറുണ്ട്. അല്ല, അതാണ് ഒരു കംപ്ലൈന്റ് പറയാനായിട്ട് ഉണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. ഭർത്താവിന്റെ പാചകാന്വേഷണ പരീക്ഷണങ്ങളൊന്നും വിവരിക്കാവും? പരീക്ഷണങ്ങളല്ല, കൃത്യമായിട്ട് നന്നായിട്ട് പാചകത്തിൽ വിദഗ്ധരാണ്. തെളിയിച്ചിരിക്കുന്ന വിഭവങ്ങൾ എന്തൊക്കെയാ? പ്രത്യേകമായിട്ട് കരിമീൻ പൊള്ളിച്ചത്. പൊള്ളിയോ? ഉള്ളതാ പറഞ്ഞ സത്യമാണ്. ഈ കല്യാണത്തിന്റെ സമയത്ത് സാധാരണ ആണുങ്ങൾ പെണ്ണുങ്ങളോട് ചോദിക്കും വെള്ളം വെക്കാൻ അറിയോ എന്നുള്ളത്. ഇത് ഗൾഫിലാണ് ഭർത്താവിന് ജോലി എന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു ചോദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ചോദിച്ചിട്ടില്ല. ഭർത്താവ് ഒരു സഹായമായിട്ട് തോന്നിയിട്ടുണ്ടോ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ? തീർച്ചയായും. കുടുംബ ഭദ്രതയ്ക്കും അതുപോലെ തന്നെ കുടുംബ സംതൃപ്തിക്കും ഭർത്താവിന്റെ പാചക കരുത്ത് നല്ലതെന്നുള്ളൊരു അഭിപ്രായം ഉണ്ടോ? തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ വിരുന്നുകാർ പ്രത്യേകിച്ച് ക്ഷണിക്കുമ്പോൾ നല്ല ഉറച്ച സപ്പോർട്ടും എപ്പോഴും തന്നെ നമ്മുടെ കൂട്ടത്തിൽ ഭർത്താവിൻ്റെ പ്രത്യേക സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കുടുംബ ഭദ്രതയ്ക്കും അത്യാവശ്യം ആണുങ്ങൾ പാചകം അറിഞ്ഞിരിക്കുന്നത് നല്ലതെന്നാണ് ഇവിടെ പറയുന്നത്. ഹലോ ചേട്ടാ, ഗൾഫിൽ വന്നിട്ട് എത്ര കാലമായി? 12 വർഷം. 12 വർഷം. ഇതിനിടയിൽ ഏറ്റവും അധികം അടുക്കള കയറിയിരിക്കുന്നത് ചേച്ചിയാണോ ചേട്ടനാണോ? ഒന്നിച്ചാണ്. ഇപ്പോൾ നാട്ടിലാണെങ്കിൽ കൂടുതലും ചേച്ചിയായിരിക്കും ഭക്ഷണം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അടുക്കളയിൽ കയറുന്ന കാര്യത്തിൽ കൂടുതൽ സമയം അടുക്കളയിൽ സ്പെൻഡ് ചെയ്യുന്ന ചേച്ചിയായിരിക്കും. ഇവിടെ വന്നപ്പോൾ അവസ്ഥ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ശരിയാണ്. ചേട്ടനെ നിർബന്ധിച്ച് കയറ്റാറുണ്ടോ? അങ്ങനെയല്ല, നോൺ വെജ് ഒക്കെ ചെയ്യണത് ചേട്ടൻ തന്നെ. ഇനി ഇത് രണ്ടും ഇല്ലാതൊരു ഓപ്ഷൻ, എൻ്റെ ചേട്ടാ ഇന്ന് അടുക്കളയിൽ കയറണ്ട, നമുക്ക് പതുക്കെ പുറത്തുനിന്ന് തന്നെ ആക്കിയാലോ എന്നുള്ളൊരു സംഭവം വരാറുണ്ട്. അങ്ങനെ ഒരു തർക്ക വിഷയമല്ല ഇത്. പുറത്തുനിന്ന് കഴിക്കണം തോന്നുമ്പോൾ ഒന്നിച്ച് പുറത്ത് പോവുക, വീട്ടിലൊന്നിച്ച് വയ്ക്കുമ്പോൾ വീട്ടിലൊന്നിച്ച് വയ്ക്കുക, അങ്ങനെ ഒരു ഫ്രീക്കായിട്ട് എല്ലാം ചെയ്യുക. അതാണൊരു രസം. ഇതിൽ ചേച്ചിനോട് ചോദിക്കാനുള്ളത്, നാട്ടിലിപ്പോൾ പലരും പറയും വെറുതെ ഒരു ഭാര്യയാണ്, ഇവിടെ നേരെ തിരിച്ചാണോ? അതായത് മറ്റൊന്നുമല്ല, ചേട്ടൻ നോക്കട്ടെ കാണാം എല്ലാം നടക്കട്ടെ എന്നുള്ള നിലയ്ക്ക് ഇരിക്കുന്ന ഒരു അവസ്ഥയും ഇവിടെ വരുമ്പോൾ എല്ലാത്തിനും സഹായിക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടോ? എല്ലാ കാര്യത്തിനും എന്നെ ഹെൽപ്പ് ചെയ്യും. ഇത് ചുമ്മാ ആൾക്കാരെ കാണിക്കാനും കേൾപ്പിക്കാൻ വേണ്ടി പറയരുത്. എല്ലാത്തിനും അടുക്കള കയറുന്ന കാര്യത്തിലും കുട്ടികൾ നോക്കുന്ന കാര്യത്തിലും അടുക്കളയിലും കുട്ടികളുടെ കാര്യത്തിലും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും. പുരുഷന്റെ മനസ്സിലേക്കുള്ള വഴി ഭക്ഷണമാണ്, അല്ലെങ്കിൽ അടുക്കളയിലിരിക്കുന്ന സ്ത്രീയുടെ കൈപ്പുണ്യാന്ന് പറയാറുണ്ട്. അത് നാട്ടില്, ഇവിടെ എങ്ങനെയാ? അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നും പറ്റില്ല. അവിടെ ഇവിടെയും വ്യത്യാസമൊന്നുമില്ല. പിന്നെ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കൂടുതൽ സന്തോഷമുണ്ട്, അത്ര തന്നെ. അടുക്കളയിലേക്ക് ഇദ്ദേഹം വരാറുണ്ടോ? സഹായിക്കാറുണ്ട്. സത്യമാണോ? ഇടയ്ക്കിടയ്ക്ക് സഹായിക്കാന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലാണോ അതോ? അല്ല, സഹായിക്കാറുണ്ട്. പ്രിപ്പയർ ചെയ്യണമെങ്കിൽ സഹായിക്കാറുണ്ട്. കാരണം ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്ന കാരണം ഒരുമിച്ച് സഹായിച്ചിട്ട് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നു. ചേട്ടൻ്റെതായ ഡിഷുകൾ ഏതെങ്കിലും ദിവസം ഉണ്ടാക്കി ഭാര്യയ്ക്ക് കൊടുക്കാറുണ്ട്? ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെയും. പാചകം ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള സംഭവം ഏതാ? ചിക്കൻ കുക്ക് ചെയ്യാൻ നന്നായിട്ട് കുക്ക് ചെയ്യും. പിന്നെ മുട്ട പൊരിക്കും. ചായ ഉണ്ടാക്കും.
ഇപ്പം ഞാൻ പറയട്ടെ, ചേച്ചീനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ദിവസം ഒരു ബെഡ് കോഫി ആയിട്ട് ചേട്ടൻ വിളിച്ചെഴുന്നേപ്പിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ ചില ദിവസങ്ങളിൽ ഇടയ്ക്കാണോ? ചില ദിവസങ്ങളിൽ ഫ്രൈഡേ സാറ്റർഡേ പുള്ളി നേരത്തെ എനിക്കത് ഞാൻ ഞാൻ നേരത്തെ ഫ്രൈഡേ അന്ന് ചേച്ചിക്ക് ഒരു ചായയും കാപ്പി ചായ അല്ലെങ്കിൽ കാപ്പി ചായ ഉണ്ടാക്കുമ്പോൾ ഒരുമിച്ച് ചായ ഉണ്ടാക്കി വെക്കും, എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് കുടിക്കും. കൊള്ളാം. താങ്ക് യു. പുരുഷന്മാരെ അടുക്കളയിൽ അടുപ്പിക്കരുതെന്നും പുരുഷന്മാരുടെ അടുക്കളയിലെ പാചക സഹായങ്ങൾ പലപ്പോഴും സംതൃപ്ത കുടുംബത്തിന് ഉപയോഗപ്രദമാണെന്നും പലരും പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി വീണ്ടും ഹായ് മലയാളിയിൽ കണ്ടുമുട്ടാം. ലുലു ഹല കുവൈറ്റ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട ID info@sionmedia.net. അടുത്ത ആഴ്ച വീണ്ടും കാണാം. So for now, it's me Archana saying bye-bye. College Days ഞായർ രാവിലെ 10:05.